നീ എൻ്റെ വീട്ടിൽ വരണ്ട, തൊടണ്ട, നോക്കണ്ട, ഞാൻ നിന്റെ വാക്കിൽ വിശ്വസിക്കുകയാണ്. കർത്താവിന് അങ്ങനെയുള്ള ചിലരെ ഇതിനകത്ത് ആവശ്യമുണ്ട്. എന്റെ സാഹചര്യങ്ങൾ എനിക്കെതിരായിരിക്കാം, വ്യക്തികൾ എനിക്കെതിരായിരിക്കാം, മനുഷ്യർ എനിക്കെതിരായിരിക്കാം, അല്ലെങ്കിൽ എനിക്കെല്ലാം അനുകൂലമായിരിക്കാം. എന്തുമാകട്ടെ, ഇപ്പോഴും എന്റെ ദൈവമേ, അങ്ങയുടെ വചനത്തിൽ, അങ്ങയുടെ വാക്കിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വചനഭാഗങ്ങൾ ഈ സമയം നമുക്ക് ശ്രദ്ധിക്കാം. പിറ്റേന്നാൾ അവൻ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുവനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ, എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. പിറ്റേന്നാൾ പിറ്റേന്നാൾ എന്ന വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അതിന്റെ തലേ ദിവസം എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സംഭവം മാത്രമേ പരാമർശിക്കുള്ളായിരുന്നു. പിറ്റേന്നാൾ, നെക്സ്റ്റ് ഡേ, അല്ലെങ്കിൽ ഡേ ആഫ്റ്റർ എന്ന് പറയണമെങ്കിൽ അതിന്റെ തലേ ദിവസം എന്തോ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യത്തിൽ കാണാം. ജനം കേൾക്കെ തന്റെ വചനം പറഞ്ഞു തീർന്ന ശേഷം അവൻ കബർന്നഹൂമിൽ ചെന്നു. 2-ാമത്തെ വാക്യം, അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് കിടന്നിരുന്നു. അടുത്ത വാക്യം, അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിക്കുവാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു. നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് ഒരു പള്ളിയും പണിതു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോടുകൂടെ പോയി. വീടിനോട് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. കർത്താവേ, പ്രയാസപ്പെടേണ്ട, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ടു. തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ ശതാധിപന്റെ ദാസന് വന്ന സൗഖ്യം. എന്താണ് ശതാധിപൻ? ഈ റോമൻ വാക്കുകളാണ് ഇതൊക്കെ. ശതം എന്ന് പറഞ്ഞാൽ 100, സഹസ്രം എന്ന് പറഞ്ഞാൽ 1000, ലീജിയൻ എന്ന് പറഞ്ഞാൽ 6000. അതുകൊണ്ടാണ്
വേദപുസ്തകത്തിൽ 6000 ഭൂതം ശരീരത്തിൽ വസിച്ചിരുന്ന മനുഷ്യനെ ലെഗ്യോൻ ബാധിച്ചവൻ എന്ന് പറഞ്ഞത്, ലിജിയൻ 6000. അപ്പോൾ ശതാധിപൻ എന്ന് പറയുമ്പോൾ 100 പട്ടാളക്കാരുടെ ഓഫീസറാണ്, 100 പട്ടാളക്കാർക്ക് മീതെ ഉള്ള മനുഷ്യനാണ്. ഇത് നമ്മൾ ഈ ശതാധിപന്റെ ദാസന് സൗഖ്യം വരുത്തി എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും ഇതിന്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കാറില്ല, പഠിക്കാൻ ശ്രമിക്കാറില്ല. ഇപ്പോഴും ശതാധിപൻ ആര് എന്ന് ചോദിച്ചാൽ അറിയാത്തവരുമുണ്ട്. ഒരു ശതാധിപനിൽ 7 ഉത്തരവാദിത്തമാണുള്ളത്. ശതാധിപൻ എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് പറയുകയല്ല. ആ മനുഷ്യൻ പറഞ്ഞല്ലോ, ഞാനും അധികാരത്തിന് കീഴിലുള്ളവൻ. ഹല്ലേലൂയ. 7 ഉത്തരവാദിത്തങ്ങളാണ്, 7 റെസ്പോൺസിബിലിറ്റീസ് ആണ്, 7 അതോറിറ്റീസ് ആണ് ഒരു ശതാധിപനിലുള്ളത്. ഒന്ന്, ഒരു ശതാധിപനാണ് ഈ പട്ടാളക്കാർക്ക് കായിക പരിശീലനം കൊടുക്കുന്നത്. ഒരു റോമൻ ശതാധിപനാണ് ആയുധ പരിശീലനം കൊടുക്കുന്നത്. ഒരു റോമൻ ശതാധിപനാണ് പരേഡുകൾ, ആർമി പരേഡുകൾ നയിക്കുന്നത്. ഒരു റോമൻ ശതാധിപനാണ് ആർമി ബറ്റാലിയന്റെ പാളയങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത്. ഒരു റോമൻ ശതാധിപനാണ് യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു റോമൻ ശതാധിപനാണ് കുറ്റവാളികൾക്ക് ശിക്ഷ നൽകുന്നത്. ഒരു റോമൻ ശതാധിപനാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത്. ഇങ്ങനെ 7ലധികം ഉത്തരവാദിത്തങ്ങളുള്ള അധികാരമുള്ള അധികാരിയാണ് ഒരു ശതാധിപൻ എന്ന് പറയുന്നത്. ഇനി ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് യേശു കർത്താവാണ് പറയുന്നത്. ഇന്ത്യയിൽ ഇതുപോലൊരുത്തനില്ല, അമേരിക്കയിൽ ഇതുപോലൊരുത്തനില്ല എന്ന അതേ ആശയം എടുക്കണം. കർത്താവ് പറഞ്ഞത് കബർന്നഹോമിൽ ഇതുപോലൊരുത്തനില്ലെന്നല്ല, ഗലീലയിൽ ഇതുപോലൊരു വിശ്വാസം ഇല്ലെന്നല്ല, ബഥാനിയയിൽ ഇതുപോലൊരു വിശ്വാസം ഇല്ലെന്നല്ല, ഈ രാജ്യത്തിൽ ഇതുപോലൊരുത്തനില്ല എന്നാണ്. കാരണം ഇസ്രായേൽ ഒരു രാജ്യമാണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം, ഇത് പറയുന്നത് എല്ലാവരെയും പുകഴ്ത്തുന്ന, പുകഴ്ത്തണ്ടാത്തവനെയും പുകഴ്ത്തുന്ന, എല്ലാവരെയും ചുമ്മാ പൊക്കി പറയുന്ന, എല്ലാവരെയും പ്രശംസിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞാല് മദ്യപിച്ച് മയക്കുമരുന്നടിച്ച് ലിവർ നഷ്ടപ്പെട്ട് മരിച്ചു കിടക്കുന്നവനും ഇപ്പോൾ ദൂതന്മാരുടെ മധ്യയിൽ ദൈവത്തെ ആരാധിക്കുകയാണ് എന്ന് അനുശോചനം പറയുന്ന ഒരാളല്ല ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞ ആൾ യേശുവാണ്. ഒരാളൊരു വാക്ക് പറയുമ്പോൾ ആ പറഞ്ഞ വ്യക്തിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇസ്രായേലിൽ പോലും ഞാൻ ഇതുപോലൊരു വിശ്വാസം കണ്ടിട്ടില്ല. ഇന്ത്യയിൽ ഒരുത്തനും ഇത്രയും വിശ്വാസം ഇല്ല. അമേരിക്കയിൽ ഒരുത്തനും ഇത്രയും വിശ്വാസമില്ലെന്ന് അമേരിക്കയിൽ നിന്ന് പറയുന്നത് പോലെ, ഇന്ത്യയിൽ ഒരുത്തനും ഇതുപോലൊരു വിശ്വാസം ഇല്ലെന്ന് ഇന്ത്യയിൽ നിന്ന് പറയുന്നത് പോലെ, ഇസ്രായേൽ എന്ന രാജ്യത്തിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ രക്ഷകൻ ദൈവപുത്രൻ പറയുകയാണ്, ഇസ്രായേലിൽ ഇതുപോലൊരു ഫെയ്ത്ത് ഉള്ളവനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ശതാധിപനിൽ നമ്മൾ കാണാത്തത് എന്തൊക്കെയോ യേശു കണ്ടിരിക്കുന്നു. നമുക്ക് പിടികിട്ടിയിട്ടില്ലാത്തത് എന്തൊക്കെയോ യേശുവിന് പിടികിട്ടിയിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തൊക്കെയോ ഒറ്റ നോട്ടത്തിൽ അവന്റെ വാക്കിൽ യേശു മനസ്സിലാക്കിയിരിക്കുന്നു. മനുഷ്യൻ എന്നെ നോക്കി പറയുന്ന വാക്കുകൾ ആ വ്യക്തിയുടെ അനുഭവത്തിൽ നിന്നും അഭിപ്രായങ്ങളിൽ നിന്നുമായിരിക്കും. ഒരു മനുഷ്യൻ നിങ്ങളെ പുകഴ്ത്തി പറയുന്ന വാക്കുകൾ ആ വ്യക്തി നിങ്ങളോട് ബിഹേവ് ചെയ്ത ബിഹേവിയറുകളിൽ നിന്നായിരിക്കും, പെരുമാറ്റങ്ങളിൽ നിന്നായിരിക്കും. പക്ഷെ ദൈവം ഒരാളെ നോക്കി ഇതുപോലൊരു വിശ്വാസമുള്ളവനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയുന്നെങ്കിൽ ദൈവം അവന്റെ ഹൃദയത്തെ കണ്ടോണ്ടായിരിക്കും പറയുന്നത്.
എന്താണ് ഈ ശതാധിപന്റെ പ്രത്യേകത? ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും അധികാരങ്ങൾ, ഈ 7-ലധികം അധികാരങ്ങൾ ഈ മനുഷ്യനിൽ നിക്ഷിപ്തമാണ്. ഒരു സീനിയർ ഓഫീസറാണ്. 2, നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ വിഷയം അതല്ല. ഞാൻ ഇതിൽ നിന്ന് അതിൽ നിൽക്കും. എന്റെ വിഷയത്തിലേക്ക് എനിക്ക് വരണം. കർത്താവ് ഏൽപ്പിച്ചത് എനിക്ക് ഇവിടെ പങ്കുവയ്ക്കണം. എന്നാൽ ഈ മനുഷ്യനെ കുറിച്ച് ലൂക്കോസ് 7:3 എഴുതിയിട്ടുണ്ട്. അവൻ, ശതാധിപൻ, യേശുവിന്റെ അടുക്കൽ വന്നത് തന്റെ ദാസന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ, യേശുവിനോട് അപേക്ഷിക്കുന്നത് എന്റെ ഭാര്യയെ സൗഖ്യമാക്കണമെന്നല്ല, എനിക്ക് സൗഖ്യം വേണമെന്നല്ല, എന്റെ വീട്ടിൽ എന്റെ കുഞ്ഞ് രോഗിയായി കിടക്കുന്നു, എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണമെന്നല്ല. ഈ ശതാധിപൻ വന്നിരിക്കുന്നത് തന്റെ കീഴിൽ പണി ചെയ്യുന്ന, തനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന തന്റെ വേലക്കാരന് വേണ്ടി, തന്റെ സെർവന്റിന് വേണ്ടി അപേക്ഷിക്കാനാണ്. തന്റെ ദാസന് വേണ്ടിയാണ്. നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ ആവശ്യങ്ങൾ ഘോരമായി നമ്മൾ പറഞ്ഞിരിക്കും, പ്രഖ്യാപിച്ചിരിക്കും. പക്ഷേ ഈ ശതാധിപൻ വന്നിരിക്കുന്നത് തന്റെ മകൾക്കോ മകനോ ഭാര്യയ്ക്കോ തനിക്കോ വേണ്ടിയല്ല. ഈ ശതാധിപൻ വന്നിരിക്കുന്നത് തന്റെ സെർവന്റിന് വേണ്ടിയാണ്, തന്റെ ജോലിക്കാരന് വേണ്ടിയാണ്. തന്റെ ജോലിക്കാരന് സുഖമില്ല, തന്റെ കൂടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സെർവന്റ് രോഗിയായിരിക്കുന്നു. ശരിക്കും ഇസ്രായേലിൽ ഇങ്ങനൊരു ഓഫീസർ, ഇത്രയും പദവിയുള്ള ഒരു ശതാധിപൻ, തന്റെ കൂടെ ഒത്തിരി ജോലിക്കാർ കാണും. അതിൽ ഒരു ജോലിക്കാരൻ രോഗിയായി തീർന്നാൽ അടിമ, ഈ സെർവന്റ് എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഒരു അടിമയെ പോലെയാണ്. ഈ അടിമ പ്രയാസത്തിലാകുമ്പോ ഒന്നുകിൽ അവനെ മാറ്റി നിർത്തും, അല്ലെ അവനെ ജോലിയിൽ നിന്ന് വിശ്രമത്തിന് വിടും, അല്ലെ അവനെ വീട്ടിൽ പൊക്കോളാൻ പറയും. പക്ഷെ ഈ ശതാധിപൻ തന്റെ ദാസനെ സ്നേഹിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേലിൽ പോലും നിന്നെ പോലൊരുത്തൻ ഇല്ല എന്ന് തമ്പുരാൻ, ദൈവം പറയണമെങ്കിൽ, യേശു പറയണമെങ്കിൽ, നമ്മൾ കാണാത്തത് എന്തൊക്കെയോ അവനിൽ കർത്താവ് കണ്ടതുകൊണ്ടാണ്. രണ്ടാമതായി 5-ാം വാക്യത്തിൽ പറയുന്നു, അത് നാട്ടുകാരാണ് പറയുന്നത്, ഈ സാക്ഷ്യം പറയുന്നത് ശതാധിപനല്ല. ഈ സാക്ഷ്യം പറയുന്നത് ഈ ശതാധിപനെ അറിയാവുന്ന ഒരു കൂട്ടം ആളുകളാണ്. അവര് പറയുന്നു, ഈ മനുഷ്യൻ ജനത്തെ ഭയങ്കരമായി സ്നേഹിക്കുന്ന ആളാണ്. 2, ഞങ്ങൾക്ക് ഒരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പൊ നാട്ടുകാര് ഈ ശതാധിപനെ കുറിച്ച്, ശതാധിപൻ അവിടെ നിൽക്കുമ്പോ യേശുവിനോട് പറയുകയാണ്, ഈ പുള്ളി നിങ്ങൾ യേശു കർത്താവെ അങ്ങ് ഉദ്ദേശിക്കുന്ന ഒരാളല്ല, നല്ല മനുഷ്യനാ. അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ യേശു കർത്താവ് ഇവന്റെ വിഷയത്തെ എടുക്കണം, യേശു കർത്താവ് ഇവന്റെ വിഷയത്തെ ഡീൽ ചെയ്യണം. അതിനുവേണ്ടി ആളുകള് യേശുവിനെ പ്രഷർ ചെയ്യാണ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ അവിടുത്തെ പള്ളി, ചർച്ച് പണിക്ക് ഇഷ്ടംപോലെ പൈസ എന്ന അച്ചായനായത്, ഏറ്റവും കൂടുതൽ പള്ളി പണിക്ക് പൈസ എന്ന മനുഷ്യനാണ്. അപ്പൊ ഇതൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് സിനഗോഗ് പണിഞ്ഞു തന്നിട്ടുണ്ട്, പള്ളി പണിക്ക് കാശ് തന്നിട്ടുണ്ട്, ചാരിറ്റി വർക്ക് നടത്തുന്നുണ്ട്, ജനത്തെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം ജനം കരുതി യേശു കർത്താവ് എന്നാ പിന്നെ അച്ചായനെ മുന്നോട്ട് വിട്ടാട്ടെ എന്ന് പറയുന്നു. ആരും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജനം എന്തൊക്കെ പറഞ്ഞാലും എന്റെ ദൈവം നിന്റെ ഹൃദയത്തെ അറിഞ്ഞേ പ്രവർത്തിക്കുള്ളൂ. ആരൊക്കെ നിന്നെ വാഴ്ത്തി പുകഴ്ത്തിയാലും, ആരൊക്കെ നിന്നെ വാനോളം പൊക്കാൻ ശ്രമിച്ചാലും, നിന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം ഉണ്ട് എന്ന സത്യം മനസ്സിലാക്കണം.
പള്ളി പണിക്ക് അദ്ദേഹം പൈസ കൊടുത്തു, പള്ളി പണിഞ്ഞു കൊടുത്തു. പള്ളി പണിക്ക് കാശ് കൊടുത്തെന്നല്ല എഴുതിയിരിക്കുന്നേ, ചർച്ച് ഫുള്ളായിട്ട് പുള്ളി പണിഞ്ഞു കൊടുത്തു. ജനത്തെ സ്നേഹിച്ചു, ദാസന് വേണ്ടി അപേക്ഷിക്കുന്നു. അപ്പൊ ഉടനെ കർത്താവിന് ഒരു ആഗ്രഹം ഉണ്ടല്ലോ, നമുക്ക് തോന്നൂലേ ഈ പുള്ളി ആരാന്നൊന്ന് അറിയണോന്ന്. സാധാരണ നിലയിൽ നാട്ടുകാരെല്ലാം ഇങ്ങനെ പറയുന്ന, വാനോളം പുകഴ്ത്തുന്ന ഒരാള് മുന്നോട്ട് വന്ന് യെസ് സാർ ഞാനാണ്, വളരെ ഗമയോടെ നിൽക്കേണ്ടതാണ്. പക്ഷേ കർത്താവിനെ ഞെട്ടിച്ചു കളഞ്ഞത് ഇത്രയും അധികാരമുള്ള, ഇത്രയും പണമുള്ള, ഇത്രയും പദവിയുള്ള, ഇത്രയും ജനത്തിന്റെ ഒരു വലിയ കൂട്ടത്തിന്റെ അക്സെപ്റ്റൻസ് ഉള്ള, ഒരു സമൂഹം ഒന്നടങ്കം അംഗീകരിക്കുന്ന ഈ മനുഷ്യൻ 6-ാം വാക്യത്തിൽ യേശു കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, യേശുവേ, അവിടുന്ന് പ്രയാസപ്പെടണ്ട, നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. എനിക്ക് വലിയ വീട് ഇല്ലെന്നല്ല, എനിക്ക് വലിയ വീടുണ്ട്. എനിക്ക് വസ്തു ഇല്ലെന്നല്ല, വസ്തുക്കളുണ്ട്. എന്റെ വീട് കൊള്ളുകയെന്നല്ല. നമ്മൾ പെട്ടെന്ന് എന്റെ പുരയ്ക്കകത്ത് വരാൻ കർത്താവേ നീ പോരാത്തവനാണേ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പുരയെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. വലിയ യേശുവിന് വരത്തക്കവണ്ണമുള്ള പുരയായിരിക്കത്തില്ല. അതല്ല, അവൻ പറഞ്ഞത് എന്റെ പുര കൊള്ളത്തില്ല, എന്റെ വീട് കൊള്ളത്തില്ല, എന്റെ വീട് പോരത്തില്ലെന്നല്ല, ഞാൻ ഞാൻ പോരാത്തവനാണ്. ദൈവം മുൻപാകം നിൽക്കുവാൻ, അങ്ങയുടെ മുൻപിൽ നിൽക്കുവാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല കർത്താവേ. അങ്ങന്റെ വീട്ടിൽ വരാൻ എനിക്കൊരു അർഹതയില്ല കർത്താവേ. എനിക്ക് വീടുണ്ടായിരിക്കാം, ബംഗ്ലാവ് ഉണ്ടായിരിക്കാം, ആൾബലമുണ്ടായിരിക്കാം, അധികാരമുണ്ടായിരിക്കാം, പക്ഷേ അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ, അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ എനിക്കൊരു യോഗ്യതയുമില്ല എന്ന് പരസ്യമായി സമ്മതിച്ചവന്റെ ഹൃദയത്തെ തിരിച്ചറിഞ്ഞ ദൈവം അഭിമാനം കൊള്ളേണ്ട സാഹചര്യത്തിൽ, ശരിക്കും അഭിമാനം കൊള്ളേണ്ട സാഹചര്യത്തിൽ എല്ലാവരും തന്നെ വാഴ്ത്തി പുകഴ്ത്തുമ്പോൾ ദൈവ മുൻപാകെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഹൃദയം കൊണ്ടും താഴുന്ന, ഞാൻ ഒന്നുമില്ലപ്പാ എന്ന് പറയുന്ന ഒരാറ്റിറ്റ്യൂഡ് ശതാധിപനിൽ കർത്താവ് കണ്ടപ്പോ പറഞ്ഞു, ഇവനെ പോലൊരുത്തൻ ഈ രാജ്യത്തിൽ ഇല്ലെന്ന്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി. ഇവനെ പോലൊരുത്തൻ ഈ രാജ്യത്തിൽ ഇല്ലെന്ന്. ഓ ജീസസ്. ഒന്ന്, അദ്ദേഹം ദാസനെ സ്നേഹിച്ചു. 2, ദൈവജനത്തെ സ്നേഹിച്ചു. 3, തന്റെ അയോഗ്യത താൻ തിരിച്ചറിഞ്ഞു. തന്റെ അയോഗ്യത താൻ പരസ്യമായി ദൈവത്തിന്റെ മുൻപാകെ വെളിപ്പെടുത്തി. 4, അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ആ ശതാധിപൻ പറയുകയാണ്, ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നീ എന്റെ വീട്ടിൽ വരണ്ട, തൊടണ്ട, നോക്കണ്ട, ഞാൻ നിന്റെ വാക്കിൽ വിശ്വസിക്കുകയാണ്. കർത്താവിന് അങ്ങനെയുള്ള ചിലരെ ഇതിനകത്ത് ആവശ്യമുണ്ട്. എന്റെ സാഹചര്യങ്ങൾ എനിക്കെതിരായിരിക്കാം, വ്യക്തികൾ എനിക്കെതിരായിരിക്കാം, മനുഷ്യർ എനിക്കെതിരായിരിക്കാം, അല്ലെങ്കിൽ എനിക്കെല്ലാം അനുകൂലമായിരിക്കാം, എന്തുമാകട്ടെ, ഇപ്പോഴും എന്റെ ദൈവമേ, അങ്ങയുടെ വചനത്തിൽ, അങ്ങയുടെ വാക്കിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്.